നമസ്കാരം. 10ാം ക്ലാസ്സിലെ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഇൻഫോ മിററിലേക്ക് സ്വാഗതം. നമ്മൾ നിങ്ങളുടെ ഇംഗ്ലീഷ് ചാപ്റ്റേഴ്സാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. 1ാമത്തെ ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ട്, ആക്ടിവിറ്റീസ് ഉൾപ്പെടെ നമ്മൾ ഇട്ടിട്ടുണ്ട്. 2ാമത്തെ ചാപ്റ്റർ സ്പിൽമാൻ്റെ ഇൻ ദ അറ്റിക് എന്നുള്ള ചാപ്റ്ററാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. അതിൻ്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട്, സൈഡ് ക്വസ്റ്റ്യൻസും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനിയുള്ളത് അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. അപ്പോൾ മക്കളെ ഒട്ടും വൈകുന്നില്ല, വീഡിയോയിലേക്ക് കടക്കാം. നമ്മൾ എവിടം വരെയാണ് പറഞ്ഞു നിർത്തിയത്? സ്പിൽമനെ ഒരു ആരാണ് ഹെൽപ്പ് ചെയ്തുകൊണ്ടിരുന്നത്? ജർമ്മനിലെ തന്നെ ഒരു സോൾജിയറാണ് സഹായിച്ചുകൊണ്ടിരുന്നത് അല്ലേ? അപ്പോൾ അദ്ദേഹം പോകാൻ നേരം സ്പിൽമൻ എന്ത് ചെയ്യുന്നു? അദ്ദേഹത്തോട് സംസാരിക്കുന്നു. ഞാൻ ഇന്ന ആളാണ്, ഇന്ന രീതിയിൽ വർക്ക് ചെയ്യുന്നതാണ്, റേഡിയോയിൽ വർക്ക് ചെയ്യുന്ന ആളാണ്, അപ്പോൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കണം എന്ന് പറഞ്ഞ് പേരൊക്കെ പറഞ്ഞ് പരിചയപ്പെട്ടിട്ട് പോകുന്നു. അപ്പോൾ അദ്ദേഹം എന്താണ്, ഒരു സ്മൈലോടുകൂടി പോകുന്നു എന്നുള്ള കാര്യം വരെയാണ് നമ്മൾ പറഞ്ഞതല്ലേ. ഇനി നമുക്ക് പേജ് നമ്പർ 22-ൽ ഒരു 2 പാരഗ്രാഫ് കൂടിയുണ്ട്. അപ്പോൾ നമുക്ക് അത് തൊട്ട് നോക്കാം. ദ ഫസ്റ്റ് ഹാർഡ് ഫ്രോസ്റ്റ് കെയിം ഇൻ ദ മിഡിൽ ഓഫ് ഡിസംബർ. അപ്പോൾ നല്ല മഞ്ഞ് വീഴ്ച ഏകദേശം ഡിസംബർ പകുതിയോടുകൂടി തന്നെ ആരംഭിച്ചു. ക്രിസ്മസ് കെയിം, ക്രിസ്മസ് വന്നു. ആൻഡ് ദെൻ ദ ന്യൂ ഇയർ 1945. ക്രിസ്മസ് കഴിഞ്ഞു, വീണ്ടും 1945 എന്നുള്ള പുതുവർഷത്തിലേക്കും കടന്നു. The 6th Christmas and New Year celebrations of the war and the worst I had known. അപ്പോൾ 6 വർഷമായിട്ട് ഈ യുദ്ധം നടക്കുന്നുണ്ട്. അപ്പോൾ 6ാമത്തതാണ്. അതുപോലെ തന്നെ എന്തൊക്കെ 6ാമത്തെ ക്രിസ്മസ് സെലിബ്രേഷനാണ്, ന്യൂ ഇയർ സെലിബ്രേഷനാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അറിഞ്ഞതിൽ ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ള, ഏറ്റവും മോശമായിട്ടുള്ള ക്രിസ്മസും ന്യൂ ഇയറുമാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതും I lay in the dark listening to the stormy wind. ഞാൻ ആ ഇരുട്ടത്ത് ഇങ്ങനെ കിടന്നു. സ്റ്റോമി വിൻഡ്, സ്റ്റോമാണ് അറിയാമല്ലോ, ആ രീതിയിലുള്ള വിൻഡിലോട്ട് ഇങ്ങനെ കേട്ട് ഞാനിങ്ങനെ കിടന്നു. I heard the squeaking and the rustling of rats and mice running back and forth in the attic. അറ്റിക്കാകുമ്പോൾ അറിയാമല്ലോ എന്താണ്, അവിടെ എലികളുണ്ടാകും. അപ്പോൾ അതെന്ത് ചെയ്യും, മുകളിലോട്ടും താഴോട്ടുമായിട്ട് ഇങ്ങനെ എന്ന് പറഞ്ഞാൽ എന്താണ്, ബാക്ക് ആൻഡ് ഫോർത്ത്, റണ്ണിങ് ബാക്ക് ആൻഡ് ഫോർത്ത്, ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും ഇങ്ങനെ കയറി ഇറങ്ങി മുകളിലും താഴെയായിട്ട് ഇങ്ങനെ കയറി ഇറങ്ങി നടക്കുന്നത് എനിക്കറിയാൻ പറ്റുന്നുണ്ട്. അറ്റിക്കിൻ്റെ അങ്ങറ്റം തൊട്ട് ഇങ്ങേറ്റം വരെയുള്ള യാത്ര അറിയാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ ഒരു സ്ക്വീക്കിംഗ് സൗണ്ട് എന്താണ്, ഒരു കിറുകിറുകിറ സൗണ്ട് ഉണ്ടാക്കുമല്ലോ എലി, അതുപോലെ ചിലയ്ക്കുന്നൊരു സൗണ്ടില്ലേ, അതൊക്കെ കേൾക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ആ ഒരു പാരഗ്രാഫ്. ഇനി ഇൻ മൈ മൈൻഡ് ഐ വെൻറ്റ് ഓവർ എവറി ക്രിസ്മസ് ബിഫോർ ആൻഡ് ഡ്യൂറിങ് ദ വോർ. അപ്പോൾ വോറിൻ്റെ ടൈമിലും അതിന് മുമ്പിലുമുള്ള ക്രിസ്മസും ഒക്കെയാണ് എൻ്റെ മനസ്സിലിപ്പോൾ ഉള്ളത്. അറ്റ് ഫസ്റ്റ് ഐ ഹാഡ് എ ഹോം. ആദ്യം എനിക്ക് എന്തുണ്ടായിരുന്നു, എനിക്കൊരു വീടുണ്ടായിരുന്നു, പിന്നെ പാരൻസ് ഉണ്ടായിരുന്നു, 2 sisters 2 സഹോദരങ്ങൾ, ആൻഡ് എ ബ്രദർ ഒരു സഹോദരൻ, 2 സഹോദരിമാരും ഒരു സഹോദരനും എനിക്കുണ്ടായിരുന്നു. ദെൻ വി ഹാഡ് നോ ഹോം ഓഫ് അവർ ഓൺ എനി മോർ. പിന്നീട് ഞങ്ങളുടേത് എന്ന് പറയാനൊരു വീട് ഞങ്ങൾക്കില്ലാതായി. ബട്ട് വി വേ ടുഗെദർ. പക്ഷെ ഞങ്ങൾ ഒരുമിച്ച് തന്നെ ഉണ്ടായിരുന്നു. ലേറ്റർ ഐ വാസ് അലോൺ. പിന്നീട് ഞാൻ ഒറ്റയ്ക്കായി. ബട്ട് സറൗണ്ടഡ് ബൈ ദ പീപ്പിൾ. പക്ഷെ എനിക്ക് ചുറ്റും ആൾക്കാരുണ്ടെങ്കിലും ഞാൻ ഒറ്റയ്ക്കാണ് അല്ലേ. ഈ പട്ടാളക്കാർക്കിടയിലല്ലേ അദ്ദേഹം, ആൾക്കാർ ചുറ്റുമുണ്ട്, പക്ഷെ അദ്ദേഹം അലോൺ തന്നെയാണ്. ആൻഡ് നൗ ഐ വാസ് അലോൺലിയർ. ഇപ്പോൾ ഞാൻ എന്താണ്, ഒറ്റപ്പെട്ട ഒരാളായി മാറി. ഇപ്പം നേരത്തെ അദ്ദേഹം ജോലി, ഇപ്പം നമ്മൾക്ക് നമ്മളുടെ അച്ഛൻ, അമ്മ, സഹോദരങ്ങൾ, നമ്മൾക്ക് വേണ്ടപ്പെട്ടവർ, ഇവരൊക്കെ നമ്മളിൽ നിന്ന് അകന്നു പോകുമ്പോൾ നമ്മൾ ഒരു സമൂഹത്തിൽ ജീവിച്ചാൽ പോലും നമ്മളവിടെ ഒറ്റയ്ക്കല്ലേ. അതാണ് ആദ്യം പറഞ്ഞത് കേട്ടോ. പക്ഷേ ഇപ്പോൾ എന്താ പറയുന്നത്, ഞാൻ ലോൺലിയറാണ്, ഞാനിപ്പോൾ ഏകാന്തനായിട്ടുള്ള ഒരാളാണ്. ഐ സപ്പോസ്ഡ് ദാൻ എനി വൺ എൽസ് ഇൻ ദ വേൾഡ്. അല്ലേ, വേറെ മറ്റുള്ള ആരെക്കാൾ കൂടുതൽ ഞാനാണിപ്പോൾ ലോൺലിനെസ് അനുഭവിക്കുന്ന ഒരാൾ. ഐ ഹാഡ് ടു ബി എലോൺ, എൻറ്റയർലി എലോൺ ഇഫ് ഐ വോണ്ടഡ് ടു ലീവ്. എനിക്ക് ജീവിക്കണമെങ്കിൽ ഞാൻ എങ്ങനെ തന്നെ ആയിരിക്കണം, ഒറ്റയ്ക്ക് തന്നെ ആയിരിക്കണം. തികച്ചും ഒറ്റയ്ക്കാണെങ്കിലേ എനിക്കിപ്പോൾ ജീവിക്കാൻ സാധിക്കൂ അല്ലേ. എന്താ കാര്യം, കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയും കൂടെ സേഫാക്കി പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുമോ? 2 പേരാകുമ്പോഴത്തേക്കും ആ എന്തെങ്കിലും രീതിയിൽ നോട്ടീസ് ചെയ്യപ്പെട്ടാൽ, തിരിച്ചറിയപ്പെട്ടാൽ 2 പേരുടെ ജീവനും അപകടത്തിലല്ലേ. ഒറ്റയ്ക്കാകുമ്പോൾ അദ്ദേഹം എങ്ങനെയെങ്കിലും എവിടെയെങ്കിലുമൊക്കെ പൊളിച്ചങ്ങ് നിൽക്കും. കൂടെ ഒരാളുണ്ടെങ്കിൽ അവരെയും കെയർ ചെയ്യാൻ പറ്റില്ല, സെൽഫായിട്ട് അദ്ദേഹത്തിനും കെയർ ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ആ പാരഗ്രാഫിലേക്ക് ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് സൗണ്ട്സ് ഡിഡ് സ്പിൽമാൻ ഹയർ ഫ്രം ദ അറ്റിക്. അറ്റിക്കിൽ നിന്ന് എന്ത് സൗണ്ടാണ് കേട്ടത്? സെൻറ്റൻസ് ആ ടെക്സ്റ്റിൽ തന്നെ ഉണ്ട്. സ്പിൽമാൻ ഹേർഡ് ദ സ്ക്വീക്കിംഗ് ആൻഡ് റസ്ലിംഗ് ഓഫ് റാറ്റ്സ് ആൻഡ് മൈസ് റണ്ണിങ് ബാക്ക് ആൻഡ് ഫോർത്ത് ഇൻ ദി അറ്റിക്. അതാണ് കേട്ടത്.
ഇനി എന്ത് പറയുന്നു? വൈ ഡസ് സ്പിൽമാൻ സേ ദാറ്റ് ഹി ഹാഡ് ടു ബി അലോൺ ഇഫ് ഹി വാണ്ടഡ് ടു ലിവ്? ജീവിക്കണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഒറ്റയ്ക്കായിരിക്കണം എന്ന് പറഞ്ഞല്ലോ. എന്തുകൊണ്ടാണ്? സ്പിൽമാൻ ഹാഡ് ടു ബി അലോൺ ടു സ്റ്റേ സേഫ്, അല്ലേ? ബീയിങ് അലോൺ ഹെൽപ്ഡ് ഹിം അവോയ്ഡ് ഡേഞ്ചർ ആൻഡ് റിസ്ക് ഓഫ് ബീയിങ് ഡിസ്കവേർഡ്. പെട്ടെന്ന് ഡിസ്കവർ ചെയ്യുമോ എന്നുള്ള ടെൻഷൻ കുറച്ച് കുറവായിരിക്കും ഇവിടെ, അല്ലേ? ഇറ്റ് വാസ് ഓൺലി വേ ഹി കുഡ് സർവൈവ്. കാണാതിരിക്കുക എന്നുള്ളത് മാത്രമാണ് ജീവിക്കാനുള്ള ഒരേ ഒരു മാർഗം. അടുത്ത നോക്കൂ. ഓൺ 14th January, unusual noises in the building and the street outside woke me. എന്താണ്? ജനുവരി 14 അസാധാരണമായ ശബ്ദങ്ങൾ ഇൻ ദ ബിൽഡിങ്ങിലും അതുപോലെ തന്നെ ആൻഡ് ദ സ്ട്രീറ്റ് ഔട്ട്സൈഡ്, പുറകെ അതിന് ചുറ്റുമുള്ള പുറത്തുള്ള സ്ട്രീറ്റിലും അസാധാരണമായ ശബ്ദങ്ങൾ കേട്ടാണ് ഞാൻ ഉണർന്നത്. സോൾജേഴ്സ് റാൻ അപ്പ് ആൻഡ് ഡൗൺ ദ സ്റ്റെയർസ്. അപ്പോൾ അദ്ദേഹം താമസിക്കുന്ന സ്റ്റെയർസിൻ്റെ മുകളിലല്ലേ, അപ്പോൾ സോൾജേഴ്സ് മുകളിലും താഴെയുമായിട്ട് ഇങ്ങനെ കയറി ഇറങ്ങുന്നു. ആൻഡ് ഐ ഹേർഡ് എജിറ്റേറ്റഡ് നെർവസ് വോയിസസ്. അപ്പോൾ ഞാൻ കേൾക്കുന്നത് എന്താണ്? ഭയങ്കര അങ്കലാപ്പും ടെൻഷനും ഒക്കെ ഉള്ള ശബ്ദങ്ങളാണ് ഞാൻ കേൾക്കുന്നത്. Early in the morning of 15th January, the sound of artillery from the previously silent front was heard. അപ്പോൾ ജനുവരി 15 എന്താണ്? നേരത്തെ ആ വലിയ തോക്കുകളിൽ നിന്നൊക്കെ ഉള്ള ആ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിൻ്റെ തോക്കുകളും അതിൻ്റെയൊക്കെ ശബ്ദങ്ങളൊക്കെ നേരത്തെ കേൾക്കുന്നുണ്ടായിരുന്നല്ലോ, അത് ഇപ്പോൾ കേൾക്കാൻ തുടങ്ങി. The ground and the walls of the building shook under the constant dull thunder. അപ്പോൾ ഭയങ്കരമായ വെടിവെപ്പാണ്. അപ്പോൾ ആ ഗ്രൗണ്ടും ആ ഒരു അദ്ദേഹത്തിൻ്റെ ആ ബിൽഡിങ്ങിൻ്റെ ഗ്രൗണ്ടും വോൾസും അതുപോലെ ബിൽഡിങ് മൊത്തത്തിലും ഷൂക്കായി കുലുങ്ങി. അത്രത്തോളം ഭയങ്കരമായൊരു തണ്ടർ തന്നെയായിരുന്നു കേട്ടത്. വെടിവെപ്പിനെ പറ്റിയാണ് പറയുന്നത്. 3 hours later, the heavy artillery fire died down again. 3 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും ആ ഹെവി ആയിട്ടുള്ള ആ ഒരു ശബ്ദം വെടിവെച്ച എന്ത് ചെയ്തു? നിന്നു. ബട്ട് ഐ വാസ് ആസ് നെർവസ് ആസ് എവർ. ഞാൻ എപ്പോഴത്തെയും പോലെ ഞാൻ ടെൻഷനിൽ തന്നെ ആയിരുന്നു. ഐ ഡിഡ് നോട്ട് സ്ലീപ്പ് അറ്റ് ഓൾ ദാറ്റ് നൈറ്റ്. അന്നത്തെ രാത്രിയിൽ ഞാൻ ഉറങ്ങിയിട്ടേയില്ല. ദ സ്ട്രീറ്റ് ഫൈറ്റിംഗ് വുഡ് ബിഗിൻ അറ്റ് എനി മൊമെൻറ്റ് ആൻഡ് ഐ കുഡ് ബി കിൽഡ്. അപ്പോൾ എൻ്റെ മനസ്സിലെന്താണ്? ആ തെരുവിൽ ഏത് നിമിഷവും വീണ്ടും ഫൈറ്റിങ് നടക്കാം, അപ്പോൾ ഞാൻ ഏത് നിമിഷവും കൊല്ലപ്പെടാം. അതാണ് എൻ്റെ ചിന്ത. ദി നൈറ്റ് പാസ്ഡ് പീസ്ഫുള്ളി. ആ രാത്രി സമാധാനത്തോടെ തന്നെ കടന്നുപോയി. ഒരു ബഹളവും ഉണ്ടായിരുന്നില്ല. അറൗണ്ട് 1 o'clock I heard the remaining Germans leaving the building. 1 മണിയൊക്കെ ആയപ്പോഴേക്കും ആ ബാലൻസ് ആയിട്ട് കുറേ ജർമ്മൻസ് അവിടെ ഉണ്ടായിരുന്നു. അവരൊക്കെ അവിടെ വിട്ട് പോകുന്നത് അത് എനിക്ക് മനസ്സിലായി. അവരങ്ങനെ പോകുന്നതായിട്ട് ഞാൻ കേട്ടു. സൈലൻസ് ഫെൽ. അതിനുശേഷം സൈലൻ്റ് ആണ്. ഐ കുഡ് നോട്ട് ഈവൻ ഹിയർ ദ സ്റ്റെപ്സ് ഓഫ് ദ ഗാർഡ്സ് ഔട്ട്സൈഡ് ദ ബിൽഡിംഗ്. അപ്പോൾ ആ ബിൽഡിങ്ങിൻ്റെ പുറത്തായിട്ട് ആ ഗാർഡ്സിൻ്റെ ഒരു കാൽച്ചുവടുവിൻ്റെ ശബ്ദം പോലും ഞാൻ പിന്നീട് കേട്ടിട്ടില്ല. Not until the early hours of the next day was the silence broken by a loud and resonant noise, the last sound I had expected. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ ഒരു അനൗൺസ്മെൻറ്റ്, അത് മാത്രമാണ്. അതുവരെ യാതൊരു ശബ്ദവും അവിടെ കേട്ടിട്ടില്ല. ആ അനൗൺസ്മെൻറ്റ് എന്താണ്? ഞാൻ കേൾക്കാൻ ആഗ്രഹിച്ചിരുന്ന അനൗൺസ്മെൻറ്റ് തന്നെയാണ് ഇവിടെ കേൾക്കുന്നത്. എന്താണ്? പ്രതിധ്വനിയിലൂടെ, മൈക്കിലൂടെ എന്തോ ഇങ്ങനെ കേട്ട് മുഴങ്ങി കേൾക്കുന്നു. എന്താണത്? Radio loudspeakers set up somewhere nearby were broadcasting announcements in Polish of the defeat of Germany and the liberation of Warsaw. എന്താണ് കേട്ടത്? റേഡിയോ ലൗഡ് സ്പീക്കർ വഴി അതിനടുത്ത് എവിടെയോ, നിയർ ബൈ ആയിട്ടുള്ള എവിടെയോ നിന്നും എനിക്ക് കേൾക്കാം. ഞാൻ താമസിക്കുന്നതിനടുത്ത് എവിടെയോ ആയിട്ട് റേഡിയോയുടെ ലൗഡ് സ്പീക്കേഴ്സിലൂടെ ഞാൻ എന്ത് കേട്ടു? ബ്രോഡ്കാസ്റ്റിംഗ് അനൗൺസ്മെൻറ്റ്സ്. അന്നൊക്കെ റേഡിയോ വാർത്തകളിലൂടെയാണല്ലോ പറയുന്നത്. എന്താണ്? പോളിഷ് ആരെ പരാജയപ്പെടുത്തി? പോളണ്ട് ആരെ പരാജയപ്പെടുത്തി? ജർമ്മനിയെ പരാജയപ്പെടുത്തി. അതുപോലെ തന്നെ വാൾസോ ഇപ്പോൾ എന്താണ്? സ്വതന്ത്രമാണ് എന്ന് പറഞ്ഞു. The Germans had withdrawn without a fight. എന്താണ്? ഒരു ഫൈറ്റ് പോലും ഇല്ലാതെ ജർമ്മൻസ് എല്ലാം മടങ്ങിപ്പോയി, വിഡ്രോ ആയി പോയി. As soon as it began to get light, I prepared feverishly for my first venture out. അപ്പോൾ എന്താണ്? നേരം വെളുത്തൊരു ശകലം ഒരു വെട്ടം കാത്തിരിക്കുമായിരുന്നു ഞാൻ. അപ്പോൾ തന്നെ ഞാൻ എത്രയും പെട്ടെന്ന് എനിക്ക് പുറത്തിറങ്ങിക്കോളാൻ വയ്യല്ലേ, ആ ഒരു എൻ്റെ ഒരു ധൈര്യം, ഞാൻ ധൈര്യത്തോടു കൂടി പുറത്തിറങ്ങാൻ ധൃതിയിൽ ഞാൻ ഇറങ്ങി. My officer had left me a German military overcoat to keep me from freezing.
തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ആ ഓഫീസർ ഉണ്ടല്ലോ, അദ്ദേഹത്തെ സഹായിച്ചിരുന്ന ഇദ്ദേഹത്തിന് എന്ത് കൊടുത്തിരുന്നു? ഒരു ജർമ്മൻ ഓവർകോട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഐ ഹാഡ് ഓൾറെഡി പുട്ട് ഇറ്റ് ഓൺ വെൻ ഐ സഡൻലി ഹേർഡ് ദ റിതമിക് ഫുഡ് സ്റ്റെപ്സ് ഓഫ് ഗാർഡ്സ് ഔട്ട് ഇൻ ദ റോഡ് അഗെയിൻ. അപ്പോൾ പുറത്ത് വീണ്ടും ഈ ഗാർഡ്സിൻ്റെ സോൾജേഴ്സിൻ്റെ സ്റ്റെപ്പ് സൗണ്ട് ഇങ്ങനെ കേൾക്കുന്നു. അപ്പം ഉള്ളിൽ എന്താ മനസ്സിലാ, ജർമ്മൻസ് പോയിട്ടില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, പെട്ടെന്ന് തന്നെ ആ കോട്ട് എടുത്തങ്ങ് ഇട്ടു. ഹാഡ് ദ സോവിയറ്റ് ആൻഡ് പോളിഷ് ട്രൂപ്സ് വിത്ഡ്രോൺ ദെൻ? അപ്പോൾ എന്താണ് ഇനി, ആ സോവിയറ്റും പോളിഷും അവരൊക്കെ ഒരു കക്ഷിയാണ്, അവരൊക്കെ പോയിട്ടുണ്ടോ ഇനി എന്ന് ഞാനിങ്ങനെ ചിന്തിക്കുന്നു. ഐ സാങ്ക് ഓൺ മൈ മാട്രസസ് utterly dejected and lay there until something new came to my ears. അപ്പോൾ ഇതൊക്കെ ഇട്ടിട്ട് ഇറങ്ങാൻ തുടങ്ങുമ്പോഴും ഈ ശബ്ദം കേട്ടപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ വീണ്ടും പോയിട്ട് എൻ്റെ ബെഡിൽ തന്നെ നിരാശനായി, നിരാശയോടുകൂടി അങ്ങ് കിടന്നു. ആൻഡ് ലേ ദെയർ അൺടിൽ സംതിങ് ന്യൂ കെയിം ടു മൈ ഇയേഴ്സ്. എന്തെങ്കിലും പുതിയ ഒന്ന് എൻ്റെ ചെവിയിലോട്ട് ഇനി കേൾക്കട്ടെ, അതുവരെ ഞാൻ അവിടെ തന്നെ ഇരുന്നു. ദ വോയിസ് ഓഫ് വിമൻ ആൻഡ് ചിൽഡ്രൻ. എന്ത് കേട്ടു? എൻ്റെ ചെവിയിൽ കേട്ട പുതിയ ശബ്ദം ആരുടേതാണ്? കുട്ടികളുടെയും സ്ത്രീകളുടെയും. അപ്പം ആൾക്കാരൊക്കെ പുറത്തിറങ്ങി തുടങ്ങി. അറ്റ് ഓൾ കോസ്റ്റ് ഐ ഹാഡ് ടു ഗെറ്റ് ഇൻഫർമേഷൻ. അപ്പോൾ എങ്ങനെ? അറ്റ് എനി കോസ്റ്റ് അല്ലെങ്കിൽ അറ്റ് ഓൾ കോസ്റ്റ്, ഏത് വിധേനയും എങ്ങനെയും എനിക്ക് കാര്യങ്ങൾ അറിയണമെന്നുള്ളതായിരുന്നു എൻ്റെ മനസ്സിലെ അടുത്ത ചിന്ത. ക്വസ്റ്റ്യൻ നോക്കൂ. വൈ ഡസ് സ്പിൽമാൻ say that he had to be alone if he wanted to live? അത് നമ്മൾ നോക്കിയതാണ്. ഇനി എം ആണ്. What were the radio announcements about? Radio announcements എന്തായിരുന്നു? The radio announcements were about the defeat of Germany. ജർമ്മനിയുടെ പരാജയം and the liberation of Warsaw. വാൾസോയുടെ വിജയം അല്ലെങ്കിൽ സ്വതന്ത്രമാക്കപ്പെട്ടു. ദേ വെയർ ബ്രോഡ്കാസ്റ്റഡ് ഇൻ പോളിഷിലാണ് ബ്രോഡ്കാസ്റ്റ് ചെയ്തത്, അല്ലെങ്കിൽ പറഞ്ഞത് ഏത് ഭാഷയിലാണ്? പോളിഷ് ഭാഷയിലാണ്. സിഗ്നലിംഗ് ദ എൻഡ് ഓഫ് ജർമ്മൻ ഓക്യുപ്പേഷൻ ഇൻ ദ സിറ്റി. അതിൻ്റെ അർത്ഥം എന്താണ്? ജർമ്മൻ ആധിപത്യം ഇപ്പോഴവിടെ ഇല്ല. അടുത്ത ക്വസ്റ്റ്യൻ. ഹൗ ഡസ് സ്പിൽമൻ സർവൈവ് ദ ഫ്രീസിങ് കോൾഡ്? ആ ഭയങ്കര കഠിനമായ തണുപ്പ്, മരവിപ്പിക്കുന്ന തണുപ്പ് അദ്ദേഹം എങ്ങനെയാണ് നേരിട്ടത്? സ്പിൽമാൻ സർവൈവ്സ് ദ ഫ്രീസിങ് കോൾഡ് ബൈ എങ്ങനെ? വെയറിങ് എ ജർമ്മൻ മിലിറ്ററി ഓവർകോട്ട് ദാറ്റ് ഹിസ് ഓഫീസർ ഹാഡ് ലെഫ്റ്റ് ഫോർ ഹിം. അദ്ദേഹത്തിന് വേണ്ടി കൊടുത്തിട്ട് പോയ ആ കോട്ടാണ് അദ്ദേഹം ഉപയോഗിച്ചത്. ദിസ് ഹെൽപ്സ് ഹിം കീപ് വാം ഡ്യൂറിങ് ദ ഹാർഷ് കണ്ടീഷൻസ്. ഹാർഷ് ആയിട്ടുള്ള കണ്ടീഷൻസിലും വാം ആയിട്ടിരിക്കാൻ അത് അദ്ദേഹത്തെ സഹായിച്ചു. അടുത്തത്. വാട്ട് ഇൻഫർമേഷൻ ഡിഡ് സ്പിൽമാൻ ഹോപ്പ് ടു ഗ്യാദർ? എന്ത് ഇൻഫർമേഷനാണ് അദ്ദേഹം കിട്ടാനായിട്ട് ആഗ്രഹിച്ചത്? സ്പിൽമാൻ wanted to know if Warsaw was really free and the German soldiers left the place. ജർമ്മൻ സോൾജിയേഴ്സ് അവിടെ ലെഫ്റ്റായി പോയോ, വാൾസോ ഫ്രീ ആയോ, ഇതൊക്കെ സത്യമാണോ എന്നറിയണം. ഹി ഹേർഡ് ദ റേഡിയോ സേ ദ ജർമ്മൻസ് വെയർ ഡിഫീറ്റഡ്. അദ്ദേഹം കേട്ടു ജർമ്മൻസിനെ പരാജയപ്പെടുത്തു എന്ന് കേട്ടു. ബട്ട് ദെൻ ഹി ഹേർഡ് ഗാർഡ്സ് മാർച്ചിങ് അഗെയിൻ. പക്ഷേ വീണ്ടും ഗാർഡ്സ് മാർച്ച് ചെയ്യുന്ന ശബ്ദം കേട്ടു. ഹി നീഡഡ് ടു ബി ഷുവർ ഇറ്റ് വാസ് സേഫ് ടു കം ഔട്ട്. അദ്ദേഹത്തിന് എന്തറിയണം? പുറത്തിറങ്ങുന്നത് സേഫ് ആണോ എന്ന് അറിയണം. വെൻ ഹി ഹേർഡ് വിമൻ ആൻഡ് ചിൽഡ്രൻ ഹി തോട്ട് മേ ബി ദ വോർ വാസ് ഓവർ. കുട്ടികളുടെയും സ്ത്രീകളുടെയും ശബ്ദം കേൾക്കുക എന്ന് പറഞ്ഞാൽ അവർ സ്വതന്ത്രമായി പുറത്തിറങ്ങുന്നു. അതിൻ്റെ അർത്ഥം എന്താ? യുദ്ധം അവസാനിച്ചു എന്ന് അദ്ദേഹം വിചാരിച്ചു. ഹി ഹാഡ് ടു ഫൈൻഡ് ഔട്ട് ദി ട്രൂത്ത്. അപ്പോൾ സത്യം എന്താണെന്ന് അറിയണ്ടേ, അതായിരുന്നു അവിടെ പറഞ്ഞത്. ഐ റാൻ ഡൗൺ സ്റ്റെയേഴ്സ്, പുട്ട് മൈ ഹെഡ് ഔട്ട് ഓഫ് ദി ഫ്രണ്ട് ഡോർ ആൻഡ് ലുക്ക്ഡ് ഔട്ട്. അപ്പോൾ ഞാൻ താഴെ സ്റ്റെപ്പൊക്കെ ഇറങ്ങി താഴേക്ക് വന്നു, തലയെന്നെടുത്ത് വെളിയിലൊക്കെ ഇട്ട് ഫ്രണ്ട് ഡോർ വഴി നോക്കി, പുറത്തേക്ക് നോക്കി. ഇറ്റ് വാസ് എ ഗ്രേ മിസ്റ്റി മോർണിംഗ്. ഭയങ്കരമായിട്ട് മഞ്ഞൊക്കെ ഉള്ളായിരിക്കും, മിസ്റ്റി ആയിട്ടുള്ള ഒരു മോർണിംഗ് ആയിരുന്നു. ടു മൈ ലെഫ്റ്റ്, നോട്ട് ഫാർ അവേ, stood a woman soldier in a uniform that was difficult to identify at this distance. ഇവിടെ നിന്ന് നോക്കിയാൽ കൃത്യമായിട്ട് മനസ്സിലാവുന്നില്ല എന്ത്, അവിടെ ഒരു വുമൺ നിൽപ്പുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അവരെന്തോ ഒരു സോൾജിയർ യൂണിഫോമും ഇട്ടിട്ടുണ്ട്. അത് ഏത് സോൾജിയറാണ്, ഏത് രാജ്യത്തിൻ്റെ സോൾജിയറാണ് എന്ന് ആ മിസ്റ്റി ആയിട്ടുള്ള ആ ഒരു അറ്റ്മോസ്ഫിയറിലൂടെ അദ്ദേഹത്തിന് മനസ്സിലാവുന്നില്ല. A woman with a bundle on her back was approaching from my right. അപ്പോൾ അദ്ദേഹത്തിൻ്റെ റൈറ്റ് സൈഡിൽ കൂടെയാണ് ആ ബാഗൊക്കെ ആയിട്ട് ആ വുമൺ ഇങ്ങനെ നടന്നു വരുന്നത്. വെൻ ഷീ കെയിം ക്ലോസർ ഐ വെഞ്ചോർഡ് ടു സ്പീക്ക് ടു ഹർ. അപ്പോൾ എൻ്റെ റൈറ്റ് സൈഡിൽ കൂടെ ഒരു വുമണും നടന്നു വന്നു, എങ്ങനെ? ബാഗൊക്കെ ഇട്ട്. അപ്പോൾ അവരെൻ്റെ അടുത്തെത്തിയപ്പോൾ ഞാൻ അവരോട് സംസാരിച്ചു. ഹലോ, എക്സ്ക്യൂസ് മീ, ഐ കോൾഡ് ഇൻ എ മ്യൂട്ടഡ് വോയിസ് ബിക്കണിങ് ഹർ ഓവർ. പെതുക്കെ ശബ്ദമൊക്കെ അടച്ച് അവരെ എക്സ്ക്യൂസ് മീ എന്ന് പറഞ്ഞിങ്ങനെ പെതുക്കെ വിളിച്ചു. She stared at me, dropping her bundle and took
took to her heels with a shriek of a German. എന്താണ് അപ്പോൾ അവർ എന്ത് ചെയ്തു? ഈ ഇദ്ദേഹത്തെ കണ്ടപ്പോൾ ജർമ്മൻ്റെ കോട്ടൊക്കെ ഇട്ടാണ് അവിടെ ചെന്ന് നിൽക്കുന്നത്. അദ്ദേഹത്തെ തുറിച്ച് സ്റ്റെയർ ചെയ്തൊന്ന് നോക്കിയിട്ട് അവരുടെ കയ്യിലുള്ള ബണ്ടിലും ഇട്ട് ടുക്ക് ടു ഹർ ഹീൽസ് എന്ന് വെച്ചാൽ എന്താണ്, പെട്ടെന്ന് ഓടിപ്പോയിട്ട് വിത്ത് ഷ്രീക്ക് ഓഫ്, ഉറക്കെ ലൗഡായിട്ടൊരു ഷ്രീക്ക്, ഒരു ക്രൈ, ലൗഡ് ക്രൈ പറഞ്ഞു. എന്ത് പറഞ്ഞു? ഉറച്ച് കൂവി വിളിച്ചു. എന്ത്? ജർമ്മൻ എന്ന് വിളിച്ചു. ഇമ്മീഡിയറ്റ്ലി ദ ഗാർഡ് ടേൺഡ്. അപ്പോഴേക്കും ഗാർഡ് അങ്ങ് തിരിഞ്ഞു. സോമി, എന്നെ കണ്ടു. എയിംഡ് ആൻഡ് ഫയർഡ് ഹർ മെഷീൻ പിസ്റ്റൽ. അവിടെ ആരുണ്ടായിരുന്നു? ആ സോൾജിയർ വേഷത്തിലൊരു ലേഡി നിന്നിരുന്നു. അവരല്ല നടന്നു വന്നത്, വേറൊരു വുമണാണ് അവർ ഓപ്പോസിറ്റ് നടന്നു വന്നത്. അപ്പോൾ മറ്റേ ലേഡി യൂണിഫോം ഇട്ട് അവിടെ തന്നെ നിൽക്കുമായിരുന്നു. അപ്പോൾ ഈ നിലവിളി കേട്ടപ്പോൾ അവർ ഓടി വന്നിട്ട് അവരുടെ പിസ്റ്റൽ എടുത്ത് ഇദ്ദേഹത്തിന് നേർക്കൊന്ന് നീട്ടിയിട്ട് ഒന്ന് വെടിവെച്ചു. പക്ഷേ എന്ത് സംഭവിച്ചു? ദ ബുള്ളറ്റ്സ് ഹിറ്റ് ദ വോൾ. ബുള്ളറ്റ് വോളിലാണ് എന്തായാലും കൊണ്ടത്. ആൻഡ് വിത്തൗട്ട് തിങ്കിങ് ഐ റഷ്ഡ് അപ്പ് ദ സ്റ്റെയർസ് ആൻഡ് ടുക്ക് റെഫ്യൂജ് ഇൻ ദ അറ്റിക്. ഞാൻ പിന്നെ ഒന്നും ആലോചിച്ചില്ല, പെട്ടെന്ന് സ്റ്റെപ്പ് കയറി മേളിൽ എൻ്റെ അറ്റിക്കിൽ പോയി റെഫ്യൂജ്, അഭയം പ്രാപിച്ചു. ലുക്കിംഗ് ഔട്ട് ഓഫ് മൈ ലിറ്റിൽ വിൻഡോ എ ഫ്യൂ മിനിറ്റ്സ് ലേറ്റർ. കുറച്ച് കഴിഞ്ഞ് ആ വിൻഡോയിലൂടെ, അവിടെ ഒരു വിൻഡോ ഉണ്ടല്ലോ, ആ അറ്റിക്കിലെ വിൻഡോയിലൂടെ ഞാനിങ്ങനെ പുറത്തോട്ട് നോക്കിയപ്പോൾ എന്ത് കണ്ടു? ഐ സോ ദാറ്റ് ദ ഹോൾ ബിൽഡിംഗ് വാസ് സറൗണ്ടഡ്. എൻ്റെ ആ ബിൽഡിങ് മൊത്തം ചുറ്റപ്പെട്ടിട്ടുണ്ട്. ആരാൽ? പോലീസുകാരെ, പട്ടാളക്കാരാൽ. I heard soldiers calling to each other and then the sound of shots and exploding hand grenades. ഉണ്ടോ? എല്ലാവരും പരസ്പരം വിളിക്കുന്നതും സംസാരിക്കുന്നതും, പിന്നെ അവരെ കയ്യിലിരിക്കുന്ന ഗണ്ണ് ഉപയോഗിക്കുന്നു, ഹാൻഡ് ഗ്രനൈഡ്സ്, ഇതിൻ്റെയൊക്കെ പൊട്ടിത്തെറി ബഹളമൊക്കെ ഞാനങ്ങ് കേട്ടു. ദിസ് ടൈം മൈ സിറ്റുവേഷൻ വാസ് അബ്സേർഡ്. ഈ സമയത്ത് എൻ്റെ സിറ്റുവേഷൻ എങ്ങനത്തതാണ്? അബ്സേർഡാണ്, ഒരു യുക്തിയില്ലാത്തതാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? ഇദ്ദേഹത്തിൻ്റെ രാജ്യത്തിലുള്ള ആ സോൾജിയേഴ്സിൽ നിന്ന് വെടികൊണ്ട് ഇദ്ദേഹം മരിക്കേണ്ടുന്ന ഒരവസ്ഥ ആലോചിച്ച് നോക്കൂ. ജർമ്മൻകാരിൽ നിന്നും ഒളിച്ച് താമസിച്ച് ജർമ്മൻകാരിൽ നിന്നും വെടികൊള്ളാത്ത ആള് അയാളുടെ രാജ്യത്തുള്ള ആൾക്കാരെ വെടികൊണ്ട് മരിക്കേണ്ടുന്ന ഒരവസ്ഥ ഭയങ്കര അബ്സേർഡായിട്ടുള്ള ഒരവസ്ഥയാണ്. ഐ വാസ് ഗോയിങ് ടു ബി ഷോട്ട് ബൈ പോളിഷ് സോൾജിയേഴ്സ് ഇൻ ലിബറേറ്റഡ് വാൾസോ. ലിബറേറ്റഡ് ആയിട്ടുള്ള വാൾസയിൽ പോളിഷ് ആയിട്ടുള്ള സോൾജിയേഴ്സിൻ്റെ വെടികൊണ്ട് തന്നെ ഞാൻ മരിക്കുന്നു. എൻ്റെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കൂ. ഓൺ ദ വെരി വേർജ് ഓഫ് ഫ്രീഡം. ഫ്രീഡത്തിൻ്റെ അരികിലാണ് ഞാൻ. അപ്പോൾ എൻ്റെ നാട്ടിലെ സോൾജിയേഴ്സിൻ്റെ വെടികൊണ്ട് തന്നെ ഞാൻ മരിക്കുന്നു. എൻ്റെ ഒരു അവസ്ഥ നോക്കൂ. Feverishly, I began to wonder how I could make them realize that I was Polish before they dispatched me to the next world as a German in hiding. എന്താണ്? രണ്ടായിട്ട് നോക്കാമേ. ഫിവറിഷ്ലി എന്ന് വെച്ചാൽ എന്താ? ടെൻഷനായി, ആ വിഭ്രാന്തിയോടെ ഞാൻ ആലോചിക്കുന്നു. ഐ ബിഗാൻ ടു വണ്ടർ ഹൗ ഐ കുഡ് മേക്ക് ദം റിയലൈസ്. അവരെ എങ്ങനെ മനസ്സിലാക്കും? എന്ത്? ദാറ്റ് ഐ വാസ് പോളിഷ്. ഞാൻ പോളിഷ് ആണ്, പോളിഷ് ആളാണ്. അപ്പോൾ എങ്ങനെ അവരെന്നെ ബിഫോർ ദേ ഡിസ്പാച്ച്ഡ് മീ ടു ദ നെക്സ്റ്റ് വേൾഡ്, അടുത്ത ലോകത്തിലേക്ക് എന്ന് പറയുന്നത് മരണം സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ വേറെ ലോകത്തിലോട്ട് പോകുമല്ലോ. എന്നെ കൊന്ന് വേറെ ലോകത്തിൽ അയക്കുന്നതിന് മുമ്പ് അവരോട് എനിക്ക് എന്തു പറയണം? ഞാൻ പോളണ്ടിലെ ആളാണ്, ഞാൻ പോളിഷിലെ ആളാണ്, നോട്ട് എ ജർമ്മൻ എന്ന് അവരോട് പറയണം. അത്രയും എന്താ, ജർമ്മൻ ഹൈഡിങ്ങിലിരിക്കുന്ന ഒരാളാണ് എന്നുള്ളപ്പോൾ അവരെ വിചാരം എന്താണ്? ഞാൻ ജർമ്മനാണെന്നാ. അപ്പോൾ അവരോട് എന്ത് പറഞ്ഞ് മനസ്സിലാക്കണം? ഞാൻ പോളിഷാണ് എന്ന് പറയണം. അവരെന്നെ കൊന്ന് വേറൊരു ലോകത്ത് അയക്കുന്നതിന് മുമ്പ് അതെങ്ങനെ പറയാമെന്ന് ഞാൻ ആലോചിക്കുന്നു. അതിന് മുമ്പ് നോക്കുക, ഇവിടെ 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ക്വസ്റ്റ്യൻസ് നോക്കാം. Why does the woman cry out when she sees Spillman? സ്പിൽമനെ കണ്ടപ്പോൾ ആ വുമൺ എന്തിനാ കരഞ്ഞത്? The woman screams because she sees Spillman wearing a German coat. ജർമ്മൻ കോട്ട് ഇട്ട് നിൽക്കുന്നതാണ് കണ്ടത്. ആൻഡ് തിങ്സ് ഹീ ഈസ് എ ജർമ്മൻ സോൾജിയർ. അദ്ദേഹം ജർമ്മൻ സോൾജിയർ ആണെന്നാണ് ഇവർ കരുതിയത്. ഷീ ഡ്രോപ്സ് ഹർ തിങ്സ് ആൻഡ് റൺസ് അവേ ഇൻ ഫിയർ. സാധനങ്ങളൊക്കെ എടുത്തെറിഞ്ഞിട്ട് പേടിച്ച് അവിടുന്ന് ഓടുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ അബ്സേർഡ് സിറ്റുവേഷൻ സ്പിൽമാൻ ഫൗണ്ട് ഹിംസെൽഫ് ഇൻ? ഞാൻ പെട്ടുപോയ ഒരു യുക്തിരഹിതമായ ആ ഒരു സിറ്റുവേഷൻ എന്തായിരുന്നു? അത് എന്തായിരുന്നു? സ്പിൽമാൻ ഫൗണ്ട് ഹിംസെൽഫ് ഇൻ എ റിഡിക്യുലസ് ആൻഡ് ഡേഞ്ചറസ് സിറ്റുവേഷൻ, അല്ലെങ്കിൽ അബ്സേർഡ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞാലും മതി. ആഫ്റ്റർ സർവൈവിങ് ഇയേഴ്സ് ഓഫ് നാസി ഒക്കുപ്പേഷൻ, he was almost shot by the Polish soldiers
ഹു കെയിം ടു ലിബറേറ്റ് വാൾസോ. വാൾസോ സ്വതന്ത്രമാക്കാൻ വേണ്ടി വന്ന വാൾസ് സ്വതന്ത്രമാക്കാൻ വേണ്ടി വന്ന പോളിഷുകാരിൽ നിന്ന് തന്നെ വെടികൊള്ളേണ്ട അവസ്ഥയായി. ഏകദേശം വെടിവെച്ച് കൊല്ലേണ്ടതായിരുന്നു. ഇത്രയും കാലം നാസികളുടെ അടിയും തൊഴിയും കൊണ്ട് അവിടെ കിടന്ന ഞാൻ എൻ്റെ രാജ്യം സ്വതന്ത്രമായപ്പോൾ എൻ്റെ രാജ്യത്തിൻ്റെ വെടികൊണ്ട് തന്നെ മരിക്കുക. അതൊരു വല്ലാത്ത അവസ്ഥയാണ്. ദേ തോട്ട് ഹി വാസ് എ ജർമ്മൻ ബിക്കോസ് ഹി വാസ് വെയറിങ് എ ജർമ്മൻ കോട്ട്, അല്ലേ? At that moment of his freedom, he nearly died because of his misunderstanding. ഈ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് കൊണ്ട് ഞാൻ ഏകദേശം മരിക്കേണ്ടതായിരുന്നു. ഇറ്റ് വാസ് എ ക്രുവൽ ഐറണി. ഇതൊരു വിരോധാഭാസം, അങ്ങേയറ്റം ക്രുവലായിട്ടുള്ള ഒരു വിരോധാഭാസമായിപ്പോയി. എന്താണ്? സേവ്ഡ് ഫ്രം ദ നാസീസ്. എന്താണ്? നാസിയിൽ നിന്ന്, നാസികളാൽ എന്ത് ചെയ്തു? സേവ് ചെയ്യപ്പെട്ടു. ബട്ട് ഓൾമോസ്റ്റ് കിൽഡ് ബൈ ഹിസ് ഓൺ റെസ്ക്യൂസ്. രക്ഷിക്കാൻ വന്നവരെ കൊണ്ട് മരിക്കപ്പെടേണ്ട അവസ്ഥ, അല്ലേ? അതാണ് അവിടെ പറയുന്നത് കേട്ടോ. ഇനി നോക്കൂ മക്കളെ, സ്പെല്ലിങ്ങും പ്രൊനൗൺസിയേഷനും ഒക്കെ അതാ തന്നിട്ടുണ്ട്. ലെഫ്റ്റനൻറ്റ് കണ്ട, ലെഫ്റ്റനൻറ്റ് കണ്ടോ? ഹൗ ഡു യു പ്രൊനൗൺസ് ദ ഫോളോയിങ്? ഇതൊക്കെ എങ്ങനെ പ്രൊനൗൺസ് ചെയ്യുക നിങ്ങൾ? ഇറ്റ് ഈസ് കൊളോണലാണോ? നോ, ഇറ്റ്സ് കേണൽ. അടുത്തത് ജനറൽ, അത് കഴിഞ്ഞാൽ സർജൻറ്റ്, അടുത്ത കമാൻഡർ, ദെൻ ക്യാപ്റ്റൻ കേട്ടോ. അതൊക്കെ വായിക്കാൻ നമുക്കറിയാം. ഇനി നിങ്ങൾക്ക് എത്ര പാരഗ്രാഫ് ഉണ്ട്? ഇനി ഒരു കുഞ്ഞ് 2 പാരഗ്രാഫും കൂടിയേ ഉള്ളൂ. I began coming down the stairs shouting as loud as I could. ഞാൻ താഴോട്ട് ഇറങ്ങി വന്ന് ഇങ്ങനെ ഉറക്ക വിളിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. എന്നെക്കൊണ്ട് എത്രയും ഉറക്ക പറയാമോ അത്രയും ഉറക്ക ഞാൻ എന്ത് പറഞ്ഞു? ഡോണ്ട് ഷൂട്ട്, ഐ ആം പോളിഷ്. വെടിവെക്കല്ലേ, ഞാൻ പോളിഷ് ആണ് എന്ന് പറയുന്നു. വെരി സൂൺ ഐ ഹേർഡ് സ്വിഫ്റ്റ് ഫുഡ് സ്റ്റെപ്സ് ക്ലൈംബിങ് ദ സ്റ്റെയർസ്. പെട്ടെന്നുള്ള ഞാൻ എന്ത് കേൾക്കുവാണ്? സ്റ്റെയർസ് കയറി ആരൊക്കെയോ വരുന്നത് ഞാൻ കേൾക്കുന്നു. ദ ഫിഗർ ഓഫ് എ യങ് ഓഫീസർ ഇൻ പോലീസ് യൂണിഫോം. അപ്പോൾ ആരാണ്? ഒരു യങ് ഓഫീസറാണ്, പോലീസ് യൂണിഫോമിലാണ്. വിത്ത് ഈഗിൾ ഓൺ ഹിസ് ക്യാപ്പ്. ആ ക്യാപ്പിൽ എന്തുണ്ട്? ഈഗിളുണ്ട്. അതിൻ്റെ അവരുടെ രാജ്യത്തിൻ്റെ സിംബൽ. കെയിം ഇൻ ടു വ്യൂ. അത് അദ്ദേഹത്തെ എനിക്ക് കാണാൻ സാധിച്ചു. ഹി പോയിൻറ്റഡ് എ പിസ്റ്റൽ അറ്റ് മീ. എന്നെ നേർക്കൊരു പിസ്റ്റൽ ഇങ്ങനെ ചൂണ്ടിയിട്ട് എന്ത് പറഞ്ഞു? ആൻഡ് ഷൗട്ടഡ്, ഉറക്കെ പറഞ്ഞു, ഹാൻഡ്സ് അപ്പ് എന്ന് പറഞ്ഞു. ഐ റിപ്പീറ്റഡ് മൈ ക്രൈ ഓഫ്. ഞാൻ വീണ്ടും നിലവിളിച്ച് പറഞ്ഞു എന്ത്? ഡോണ്ട് ഷൂട്ട്, ഐ ആം പോളിഷ്. വെടിവെക്കല്ലേ, ഞാൻ പോളിഷാണ്. ദ ലെഫ്റ്റനൻറ്റ് വെൻറ്റ് റെഡ് വിത്ത് ഫ്യൂരി. ദെൻ വൈ ഇൻ ഗോഡ്സ് നെയിം ഡോണ്ട് യു കം ഡൗൺ? ഹി റോഡ്. ആൻഡ് വാട്ട് ആർ യു ഡൂയിങ് ഇൻ ദ ജർമ്മൻ കോട്ട്? അപ്പോൾ അദ്ദേഹം ലെഫ്റ്റനൻ്റ് ആണ്. അത് സ്പെല്ലിങ് നോക്കൂ. ലൈ യു ടെൻ ആൻഡ് എന്നാണ് എഴുതിയേക്കുന്നത് കേട്ടോ. കിടക്കൂ നീ 10 ഉറുമ്പേ എന്നങ്ങ് പഠിച്ചു വെച്ചാൽ ലെഫ്റ്റനൻറ്റിൻ്റെ സ്പെല്ലിംഗ് ആയി കേട്ടോ. ലൈ യു ടെൻ ആൻഡ് എന്ന് പഠിച്ച് വെച്ചേക്കുക. വായിക്കേണ്ടത് എങ്ങനെയാണ്? ലെഫ്റ്റനൻറ്റ്. ഇറ്റ് ഇസ് എ പൊസിഷൻ, അല്ലേ? ആർമിയിലൊരു പൊസിഷനാണത്. അപ്പോൾ അദ്ദേഹം എന്താണ്? ആകെ വെപ്രാളവും ടെൻഷനും പരിഭ്രാന്തിയൊക്കെ ആയിട്ട് അദ്ദേഹം എന്ത് പറയുന്നു? ദെൻ വൈ ഇൻ ഗോഡ്സ് നെയിം ഡോണ്ട് യു കം ഡൗൺ. എന്നാൽ പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ താഴോട്ടിറങ്ങി വന്നൂടെ? എന്താ പിന്നെ നിങ്ങൾ താഴോട്ടിറങ്ങി വരാത്തെ? പോളിഷുകാരനാണെങ്കിൽ ഈ ജർമ്മൻകാരുടെ ഇതിനകത്ത് കയറി കിടക്കേണ്ട വല്ല കാര്യമുണ്ടോ? നിങ്ങളെന്താ നിലത്തിറങ്ങാത്തെ എന്ന് ചോദിക്കുന്നു. ഹീറോ ഡാലർ ചോദിച്ചു. ആൻഡ് വാട്ട് ആർ യു ഡൂയിങ് ഇൻ ജർമ്മൻ കോട്ട്? നിങ്ങൾ പോളിഷുകാരനാണെങ്കിൽ ജർമ്മൻകാരെ വേഷത്തിൽ നിങ്ങൾ എന്തോ ചെയ്യുക എന്ന് ചോദിച്ചു. ഓൺലി വെൻ ദ സോൾജിയേഴ്സ് ഹാഡ് ടേക്കൺ എ ക്ലോസർ ലുക്ക് അറ്റ് മീ ആൻഡ് റിവ്യൂഡ് ദ സിറ്റുവേഷൻ ഡിഡ് ദേ റിയലി ബിലീവ് ഐ വാസ് നോട്ട് ജർമ്മൻ. അപ്പോൾ അവരെന്നെ നല്ലോണം ഒന്ന് നോക്കി. പിന്നെ ഞാൻ ആ താമസിക്കുന്ന സ്ഥലമൊക്കെ പോയി നല്ലോണം മനസ്സിലാക്കി. അപ്പോൾ ഞാൻ ഒളിച്ച് താമസിക്കുന്ന ഒരാളാണെന്നും പിടികിട്ടി. ജർമ്മൻകാരനാണെങ്കിൽ അയാൾ ഒളിച്ച് താമസിക്കേണ്ട കാര്യമില്ലല്ലോ. ഇത്രയും കാലമായിട്ട് ഞാൻ ഒളിച്ച് താമസിക്കുക. എൻ്റെ രൂപം കണ്ടാൽ തന്നെ അറിയാം. കുളിച്ചിട്ടുമില്ല, ജപിച്ചിട്ടുമില്ല, നഖവും വെട്ടിയിട്ടില്ല, ദേഹം മൊത്തം അഴുക്ക്, പട്ടിണി. ആ അവസ്ഥയിലുള്ള ഞാൻ എന്തായാലും ജർമ്മൻ അല്ല എന്ന് അവർക്ക് പിടികിട്ടി. പിന്നെന്താ പറഞ്ഞത്? ദെൻ ദേ ഡിസൈഡഡ് ടു ടേക്ക് മീ ടു ദെയർ ഹെഡ് ക്വാർട്ടേഴ്സ് സോ ദാറ്റ് ഐ കുഡ് വാഷ് ആൻഡ് ഹാവ് എ മീൽ. അപ്പോൾ എന്നെ എങ്ങോട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു? ഹെഡ് ക്വാർട്ടേഴ്സിലോട്ടൊന്ന് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. എന്താ കാര്യം? അദ്ദേഹത്തിനൊന്ന് കുളിക്കുകയോ നല്ലോണം വല്ലതും കഴിക്കുകയോ ഒക്കെ ചെയ്യാം. ആഫ്റ്റർ 2 weeks well cared for by the military, I walked through the streets of Warsaw without fear, a free man for the first time in almost 6 years. അപ്പോൾ എങ്ങോട്ട് കൊണ്ടുവന്നായിരുന്നു? അവർ ഹെഡ് ക്വാർട്ടേഴ്സിലൊക്കെ കൊണ്ടുവന്നവരെ നല്ല രീതിയിൽ കെയറൊക്കെ ചെയ്തു. അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും സ്ട്രീറ്റിലൂടെ, വോൾസോയിലൂടെ അദ്ദേഹം നടക്കാനായിട്ട് തുടങ്ങി. പേടിയൊന്നുമില്ലാതെ ഒരു ഫ്രീ മാനായിട്ട് നടക്കാൻ തുടങ്ങി. ഏകദേശം 6 വർഷത്തിനിടയിൽ ഇതാദ്യമായിട്ടാണ് അങ്ങനെ ഒന്ന് നടക്കുന്നത്. ഐ ലുക്ക്ഡ് ഓവർ ടു ദി നോർത്ത് ഓഫ് ദ സിറ്റി. ആ സിറ്റിയുടെ നോർത്തിലേക്ക് ഞാൻ നോക്കി. വെയർ ദ ഗെട്ടോ ഹാഡ് ബീൻ. അവിടെയായിരുന്നു എന്ത്? തടവിൽ പാർപ്പിച്ചിരുന്ന ആ സ്ഥലമുണ്ടായിരുന്നത്. വെയർ 500,000 Jews ഹാഡ് ബീൻ മർഡേർഡ്. എത്ര 500,000 ആയിട്ടുള്ള ജൂതന്മാരെ അവരവിടെ കൊന്നിരുന്നു. ദർ വാസ് നത്തിങ് ലെഫ്റ്റ് ഓൺ ഇറ്റ്.
അവിടെ ലെഫ്റ്റ് ഓഫ് ഇറ്റ്, അവിടെ ഒന്നും എന്ത് ചെയ്യില്ല, ബാക്കിയായിട്ടില്ല. ടുമോറോ ഐ മസ്റ്റ് ബിഗിൻ എ ന്യൂ ലൈഫ്. നാളെ ഞാനൊരു പുതിയ ജീവിതം ആരംഭിക്കുന്നു. വിത്ത് നത്തിങ് ബട്ട് ഡെത്ത് ബിഹൈൻഡ് മീ. എനിക്ക് പറയാൻ വേറൊന്നുമില്ല. ഈ 6 വർഷത്തിൻ്റെ ഇടയ്ക്ക് എൻ്റെ പിറകിൽ എന്ത് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്? ഡെത്ത് മാത്രം. ഇനിയും അത് മാത്രമാണ് എൻ്റെ പിന്നിൽ ഉള്ളത്. പറയാൻ വേറെ കഥകളൊന്നും എനിക്ക് പറയാനായിട്ട് ഇല്ല, ഡെത്ത് മാത്രം. അഡാപ്റ്റഡ് ഫ്രം ദി പിയാനിസ്റ്റ്, ആ ഒരു വർക്കിൽ നിന്ന് എടുത്തതാണ്. ഇനി ഒരു ബോക്സ് ഉണ്ട്. വിൽ ഹോസൻഫീൽഡ്, the soldier who saved Władysław Szpilman, also saved many other individuals. അപ്പോൾ ഇദ്ദേഹത്തെ രക്ഷിച്ച ആ സോൾജിയറുടെ പേരെന്താണ്? വിം ഹോസൻഫീൽഡ് എന്നാണ്. അദ്ദേഹം വേറെ ഒരുപാട് ആൾക്കാരെയും രക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഹി വാസ് ക്യാപ്ചേർഡ് ബൈ ദ റെഡ് ആർമി. റെഡ് ആർമി ആരാണ്? സോവിയറ്റ് യൂണിയൻ്റെ ആർമിയാണ് റെഡ് ആർമി. അവരെന്ത് ചെയ്തു? അദ്ദേഹത്തെയും പിടിച്ചു. ടുവേർഡ്സ് ദ എൻഡ് ഓഫ് ദി വാർ അവസാനിക്കുന്ന സമയത്ത് 45 ആ ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തെ അവർ കൊണ്ടുവന്നു, തടവിലാക്കി. ഹി കുഡ് നോട്ട് കോൺടാക്ട് സ്പിൽമാനെ കോൺടാക്ട് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ ഇദ്ദേഹം തടവിലാണെന്ന് അറിഞ്ഞിട്ട് കോൺടാക്ട് ചെയ്യാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേരെ ഇദ്ദേഹം രക്ഷിച്ചതാണ് എന്നൊക്കെ കൺവിൻസ് ചെയ്ത് പറയാനൊക്കെ ശ്രമിച്ചിട്ടും വിട്ടില്ല. ആൻഡ് ഡൈഡ് ഇൻ എ സോവിയറ്റ് പ്രിസൺ ഇൻ 1952. അപ്പോൾ അദ്ദേഹം സോവിയറ്റ് പ്രിസണിൽ 1952 മരണപ്പെടുകയാണ് ഉണ്ടായത്. മക്കളെ, ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്റർ. ക്വസ്റ്റ്യൻ ആൻസറും തന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ലെറ്റേഴ്സ് റിവൈൻഡിലെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, പിന്നെ നമ്മുടെ ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിൽ അതുണ്ട്. അതൊക്കെ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും. ഒന്നാമത്തെ ചാപ്റ്ററും നമ്മൾ 3-4 വീഡിയോ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്കൊരു സമ്മറിയൊക്കെ തന്നിട്ടുണ്ട്, ഇതിൻ്റെ ഒരു സമ്മറിയൊക്കെ തരുന്നതായിരിക്കും. അപ്പോൾ മക്കളെ, നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുന്നില്ല. ഇഷ്ടമാവാത്തതുകൊണ്ടാണോ? ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യൂ. നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ സാധിക്കുന്നവരാണ്, പിന്നെ എന്തുകൊണ്ടാണ് ഒരു കമൻറ്റ് ഇടാത്തത്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവ് ചെയ്തൊന്ന് കമൻറ്റ് ആക്കി ഇടുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതും കമൻറ്റ് ചെയ്യാം കേട്ടോ, ഡിലീറ്റ് ചെയ്തൊന്നും കളയില്ല. നല്ല ലാംഗ്വേജിലായിരിക്കണം കമൻറ്റ് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ മക്കളെ. താങ്ക് യു ഫോർ ദ സപ്പോർട്ടിങ്. പിന്നെ 10ാം ക്ലാസ്സിലാണ്, നന്നായിട്ട് പഠിക്കണം. ഓൾ ദ ബെസ്റ്റ്.